അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, പരിശുദ്ധ റജബിലെ വിലപ്പെട്ട രാത്രികൾ നമ്മൾ കഴിഞ്ഞു പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമുക്കിനി ബാക്കിയുള്ളത്. അതുകൊണ്ട് എല്ലാവരും നല്ലവണ്ണം ഇബാത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മാസമാണ്. മഹാന്മാർ റജബിനെ കണ്ടത് ആരാധനകളെ കൊണ്ട് അവർക്ക് എത്ര കണ്ട് അവരുടെ സമയം ചെലവഴിക്കാൻ കഴിയുന്നുവോ അത്രയും സമയത്ത് ഈ മാസത്തിൽ ചെലവഴിച്ചവരാണ് ഇബാത്തുകളെ കൊണ്ട്. അതുകൊണ്ട് നമുക്കും നല്ല രീതിയിൽ ഈ റജബ് മാസത്തെ ആദരിച്ച് ധാരാളം ഹസനത്തുകൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് റജബുകൾ നമുക്ക് സ്വീകരിക്കാനും റജബ് മാസങ്ങൾ അള്ളാഹുവിന്റെ മാസമാണെന്നുള്ള ഉത്തമ ബോധത്തോടുകൂടെ ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനും പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാർ തൗബ അധികരിപ്പിക്കേണ്ട ഒരു മാസവും കൂടിയാണ്. അതുകൊണ്ട് ധാരാളം ഇസ്തിഗ്ഫാറും ചൊല്ലി നമ്മുടെ ജീവിതത്തെ ധന്യപ്പെടുത്താൻ അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, ഇന്ന് 22-ാം രാവാണ്, ശനിയാഴ്ച രാവാണ്. ഇന്ന് നമുക്ക് ചൊല്ലാനുള്ള അതിപ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഫത്താഹ് എന്ന ഇസ്മാണ്. അതിനു മുമ്പായി നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലിവരുന്ന മഹത്തായ ഒരു ഇസ്തിഗ്ഫാർ 70 തവണ വീതം ചൊല്ലണം. ചൊല്ലിയാൽ നമുക്ക് നരകം അല്ലാഹു തആല നിഷിദ്ധമാക്കി കളയും. ദുനിയാവിൽ മരണം വരേക്കും നമുക്ക് ഇസ്സത്തോടെ സന്തോഷത്തോടു കൂടെ അതേപോലെ തന്നെ ടെൻഷൻ ഇല്ലാതെ പ്രയാസങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും ഇസ്തിഗ്ഫാർ ചൊല്ലി വന്നാൽ. അല്ലാഹു തആല നമുക്ക് ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
أستغفر الله وأتوب إليه 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 അല്ലാഹുവേ നമ്മുടെ തൗബ നീ സ്വീകരിക്കണം അല്ലാഹ് നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ളൊരു നിമിത്തമാക്കണം റഹ്മാനെ നമ്മുടെ ദിക്റുകൾ സ്വലാത്തുകൾ നീ സ്വീകരിക്കണം അല്ലാഹ് എല്ലാവരും ഫത്താഹി എന്ന ഇസ്മു 71 തവണ വീതം കൂടെ ചൊല്ലണം. ഈ ഒരു ഇസ്മു ചൊല്ലി വന്നാൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും. അദ്ദേഹത്തിന്റെ ഹൃദയം അല്ലാഹു തആല പ്രകാശിപ്പിക്കും. എല്ലാ വിജയങ്ങളുടെ വഴികൾ അവന് മുമ്പിൽ അല്ലാഹു തആല തുറന്നിട്ട് കൊടുക്കും. വരുമാന മാർഗങ്ങൾ, സാമ്പത്തികമായ അഭിവൃദ്ധി നാൾക്ക് നാൾ വർദ്ധിച്ചു വരാനുള്ള അതിനു വേണ്ട മാർഗം അല്ലാഹു തആല അവന്റെ മുമ്പിൽ അല്ലാഹു തആല തുറന്നു കൊടുക്കുമെന്ന് ഇതിന്റെ വ്യാഖ്യാതാക്കൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും കൂടെ നല്ല ഖലാസോട് കൂടെ തന്നെ ഏറ്റു ചൊല്ലണം. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാ ഫത്താഹു യാ അല്ലാഹ് 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 യാ ഫത്താഹു യാ അല്ലാഹ്
يا فتاح يا الله 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 അല്ലാഹുവേ ഫത്താഹ് എന്ന ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാ വിജയങ്ങളുടെ കവാടം തുറന്നു തരണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളുടെ, വേദനകളുടെ, മശക്കത്തിന്റെ, ബുദ്ധിമുട്ടുകളുടെ, അപകടങ്ങളുടെ എല്ലാത്തിൻ്റെയും കവാടം അടച്ചു കളഞ്ഞ് നമുക്ക് വിജയങ്ങളുടെ കവാടം തുറന്നു തരണം റഹ്മാനെ. സാമ്പത്തികമായും എല്ലാ വിഷയത്തിലും നമുക്ക് വിജയം നൽകണം റഹ്മാനെ. ഇസ്സത്തോടെ നിന്നെ മറക്കാത്ത നല്ല ഐശ്വര്യമുള്ള ജീവിതം തരണം റഹ്മാനെ. എല്ലാവരും കൂടെ നാരിയത്തു സ്വലാത്ത് ഏറ്റു ചൊല്ലണം. 11 തവണ നമുക്ക് എല്ലാ ദിവസവും ചൊല്ലി വരുന്നത് പോലെ ഇന്നും ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. നാരിയത്തു സ്വലാത്ത് പതിവാക്കുന്നവർ വല്ലാത്ത ഭാഗ്യവന്മാരാണ്. കാരണം അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ ഒറ്റ സ്വലാത്ത് മതി. അത്രയും അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്താണ്. മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയ ഏറ്റവും നല്ല ഒരു സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. സർവ്വവിധ ഉദ്ദേശങ്ങൾ നിറവേറിക്കിട്ടാൻ വേണ്ടി മഹാന്മാർ അവരുടെ ജീവിതത്തിൽ പതിവാക്കി വന്ന ഒരു സ്വലാത്തും കൂടിയാണ് നാരിയത്തു സ്വലാത്ത്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ 11 തവണ വീതം ഏറ്റു ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما
على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. وصل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. നാം ചൊല്ലിയ ദിക്റുകൾ സ്വലാത്തുകൾ നീ സ്വീകരിക്കണമല്ലോ. അല്ലാഹുവേ ഇതിന്റെ സവാബിനെ നീ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ഇവിടുത്തെ ഭാര്യന്മാർ, ഇവിടുത്തെ മക്കള്, പേരമക്കൾ, ഇവിടുത്തെ മാതാപിതാക്കള്, ഇവിടുത്തെ സ്വഹാബുൽ കിറാം, അല്ലാഹു ഇവിടുത്തെ അജ്ദാദികളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാ അംബിയാ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന കൂടെ സ്വലാത്തും ദിക്റുകൾ ചൊല്ലുന്ന ഓരോ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെ കുടുംബത്തിൽ ആരൊക്കെയോ മരിച്ചുപോയോ അവരുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദറാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ മഹാനായ ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും
മഹാനായ ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും ഖാജാ മുഈനുദ്ദീൻ ദിസ്തൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും മഹാനായ അഹ്മദ് റളിയല്ലാഹു ഖാൻ ബറൽവി റളിയല്ലാഹു അൻഹുവിന്റെ ഹദ്റത്തിലേക്കും മഹാനായ ശൈഖ് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും സർവ്വ മഹാന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണം. അല്ലാഹുവയുടെ ബറക്കത്ത് ഗുണങ്ങളെ നന്നാക്കണം റഹ്മാനെ. നമ്മുടെ ജീവിതം നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം നന്നാക്കണം റഹ്മാനെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടി സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്യണം അല്ലാഹ്. അല്ലാഹുവേ നീ അഫൂ ചെയ്യണം അല്ലാഹ്. അവരുടെ മദതും അവരുടെ നോട്ടവും അവരുടെ കാവലുമുള്ള ജീവിതം നൽകണം അല്ലാഹ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا الملك الجبار يا راج سيدا يا الله. പടച്ച റബ്ബേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ ഭാര്യ മക്കൾ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാർ, സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, നമ്മുടെ മജ്ലിസിൽ കൂടുന്ന ഓരോ മുഅ്മിൻ മുഅ്മിനാത്തുകളുടെയും എല്ലാവിധ ചെറുതും വലുതും രഹസ്യവും പരസ്യവും അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലോ, നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങളിൽ നീ നോക്കണമല്ലോ. ഞങ്ങൾക്ക് നീ റഹ്മത്ത് ചെയ്യണമല്ലോ. നമുക്ക് നീ ബറക്കത്ത് ചെയ്യണമല്ലോ. നമ്മുടെ ഓരോ കാര്യങ്ങൾ നീ എളുപ്പമാക്കണമല്ലോ. നാം തുടങ്ങി വെച്ച കാര്യമാണെങ്കിലും, തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണെങ്കിലും, മനസ്സിൽ ഉദിക്കുന്ന കാര്യമാണെങ്കിലും എല്ലാത്തിലും നീ എളുപ്പം നൽകണമല്ലോ. നിന്റെ സഹായം നൽകണമല്ലോ. നിന്റെ മഹാന്മാരുടെ സഹായം നൽകണമല്ലോ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ലോ. നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ. നമ്മുടെ കണ്ണിനെ നന്നാക്കണമല്ലോ. നമ്മുടെ ജീവിത ശൈലി നന്നാക്കണമല്ലോ. നമ്മുടെ സ്വഭാവം നന്നാക്കണമല്ലോ. അല്ലാഹുവേ, നല്ല മെച്ചപ്പെട്ട സ്വഭാവം നൽകണമല്ലോ. നല്ല സംശുദ്ധ ഹൃദയം നൽകണമല്ലോ. ആരോടും വെറുപ്പില്ലാതെ, ഹസദ്, കിബർ, വഞ്ചന, ഗൈബത്ത്, നമീമത്ത് പറയാതെ അല്ലാഹുവേ, ഇത്തരത്തിലുള്ള മാരക രോഗങ്ങളെ തൊട്ട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. സലീമായ കൽബ് നൽകണമല്ലോ. ആരെയും നോവിക്കാതെ, ആരെയും കുറിച്ച് ഒന്നും പറയാതെ, ആരുടെ ഉയർച്ചയിലും അസൂയപ്പെടാതെ, ആരെയും വേദനിപ്പിക്കുന്ന വാക്ക് പറയാതെ നല്ല നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, സർവമഹാന്മാർ ഉസ്താദന്മാരുടെ പൊരുത്തത്തോടുകൂടെ ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. ആരെക്കുറിച്ചും ഏതൊരു വിഷയത്തിലും ഗൈബത്ത്, നമീമത്ത് പറയാതെ നല്ല നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ഒരുപാട് നിസ്കരിച്ചു, നോമ്പ് നോക്കി, സർവ്വ സദഖകളും എല്ലാം ചെയ്തു മറ്റുള്ളവനെ കുറിച്ച് ഗൈബത്ത്, മറ്റുള്ളവന്റെ കുറവ് നടക്കുന്നവരാണെങ്കിൽ അവർക്ക് എല്ലാം നഷ്ടമാണ്, എല്ലാം ബാത്തിലാണ്. ഒരു അമലും റബ്ബ് സ്വീകരിക്കുന്നില്ലെന്ന് നമുക്കെയും പഠിച്ചവരാണ്. മുത്തായത്തങ്ങൾ പഠിപ്പിച്ചതാണ്. അല്ലാഹുവേ, അവിടുന്ന് പറഞ്ഞതാണ് ഹസദിനെ സൂക്ഷിക്കാൻ വേണ്ടി. ഹസദ് വല്ലാത്ത ഒരു രോഗം തന്നെയാണ്. മനുഷ്യനെ അവന്റെ അമലുകളെ കരിച്ചു കളയുന്ന, ഇല്ലാതാക്കുന്ന ഒരു ആയുധമാണ് ഹസദ് എന്നുള്ളത്. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമല്ല. നമുക്കാരോടും ഹസദ് തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും സിഹറിനെ തൊട്ട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. കണ്ണേറിനെ തൊട്ട് കാത്ത് രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണമല്ലോ. തഖ്വ നൽകണമല്ലോ. ഏത് സമയത്തും മൊബൈൽ നോക്കുമ്പോഴും, ഒരു ബസാറിൽ നടക്കുമ്പോഴും, ഒരു ടൗണിൽ നടക്കുമ്പോഴും, ഒരു യാത്ര ചെയ്യുമ്പോഴും, എവിടെയെല്ലാം ഹറാം ശ്രദ്ധയിൽ വരുന്നു ആ സമയത്ത് നിന്നെ പേടിച്ച് തഖ്വയിലായി നമുക്ക് നമ്മുടെ കണ്ണടക്കാനും നമുക്ക് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള ഈമാൻ നൽകണമല്ലോ. തഖ്വ നൽകണമല്ലോ. തഖ്വ നൽകണമല്ലോ. അല്ലാഹുവേ, നിന്റെ മഹാന്മാര് നിന്നെ ഏതുപോലെ സൂക്ഷിച്ചു നടന്നു. ഖൗഫ് റജാഇന്റെ ഇടയിലാണ് അവർ ജീവിച്ചത്.
അതുപോലെ നമുക്കും ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. ഹിദായത്ത് നൽകണം റഹ്മാനെ. മരണം വരേക്കും നിന്നെ പേടിച്ച് ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കണമല്ല. നാം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ ദിക്റുകളൊക്കെയും നീ ഇഖ്ലാസോടെ ചെയ്യുന്നവരാക്കണമല്ല. അതിൻ്റെ യഥാർത്ഥ രുചി ലദ്ദത്ത് അനുഭവിച്ചാണ് നിന്റെ മഹാന്മാർ ദിക്റുകളും നിസ്കാരങ്ങളൊക്കെയും നിർവഹിച്ചത്. നമുക്കും അതുപോലെ ഒന്ന് നിർവഹിക്കാൻ മരണത്തിന് മുമ്പൊന്ന് വിധിക്കണമല്ലോ. മരണത്തിന് മുമ്പ് നല്ല ഒരു വ്യക്തിയായി, മനസ്സിൽ ഒരാളോടും വെറുപ്പില്ലാതെ ഇഖ്ലാസോടെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമല്ലോ. ഈ ഭാഗ്യം നൽകണം റഹ്മാനെ. ആയുഷ്കാലത്ത് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ, മുത്തായ തങ്ങളുടെ റൗളാ ശരീഫിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. നമ്മുടെ അന്തിമം അത് മദീനയിലാക്കണമല്ലോ. നമ്മുടെ അവസാനം മദീനയിലാക്കണം റഹ്മാനെ. പരിശുദ്ധ പച്ചക്കുപ്പ കണ്ട് ഒരുപാട് സ്വലാത്തുകൾ സലാമുകൾ ചൊല്ലി ഒടുവിൽ അവിടുത്തെ പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണമല്ലോ, നീ ഭാഗ്യം നൽകണമല്ലോ. നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ, നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ. സ്വഭാവം നന്നാക്കണം റഹ്മാനെ. നമ്മുടെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. നമ്മുടെ സ്വഭാവം നന്നാക്കണം റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, മറ്റുള്ളവനെ കുറിച്ച് വേദനിപ്പിക്കാതെ, നാവ് കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ ഓരോ വിഷയത്തിലും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നല്ല നിലക്കുള്ളൊരു ജീവിതം നൽകണം റഹ്മാനെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരാക്കണം റഹ്മാനെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കുന്നവരാക്കണം റഹ്മാനെ. മരണത്തിന് മുമ്പ് എല്ലാ കടപാടുകൾ കൊടുത്തു വീട്ടിയ നിലക്ക് എല്ലാവരോടും പൊരുത്തം ചോദിച്ച് പരിശുദ്ധ മദീനയിലെത്താനും അവിടെ ചെന്ന് മരിക്കാനും ജന്നത്തുൽ ബഖീയിൽ പോയി കിടക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണമല്ലോ, നീ തൗഫീഖ് നൽകണമല്ലോ, നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്. ഖൈറായ നല്ല വീട് നൽകണമല്ലോ. ബറക്കത്തുള്ള സന്തോഷമുള്ള റാഹത്തുള്ള നല്ല വീടും വാഹനവും നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണമല്ലോ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അതിനിക്കുള്ള വഴി നീ തുറന്നു കൊടുക്കണമല്ലോ. കടങ്ങൾ വീട്ടാനുള്ള സാമ്പത്തിക ശേഷി നീ കൊടുക്കണമല്ലോ. അല്ലാഹുവേ, സാഹചര്യങ്ങൾ വരുമ്പോൾ വാങ്ങിവെച്ചതാണ്. ഇസ്സത്ത് നിലനിർത്താൻ വേണ്ടി വാങ്ങിവെച്ച കടങ്ങളാണ്. മക്കളുടെ കല്യാണം അടുത്തപ്പോൾ വാങ്ങിവെച്ച കടങ്ങളാണ്. വീട് പകുതിയിൽ നിർന്നു പോയപ്പോൾ വാങ്ങിവെച്ച കടങ്ങളാണ്. മറ്റു സാഹചര്യങ്ങൾ വരുമ്പോൾ വാങ്ങിവെച്ച കടങ്ങളാണ്. റബ്ബേ, കടങ്ങൾ തീർക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ലോ. മുത്തായത്തങ്ങളെ ബറക്കത്തുകൊണ്ട് എനിക്കുള്ള വഴി നീ തുറന്നു തരണം റഹ്മാനെ. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. തന്ന മക്കളെ നീ ആലിമീങ്ങളാക്കണം റഹ്മാനെ. ആബിദീങ്ങളാക്കണം റഹ്മാനെ. സ്വാലിഹത്തന്മാരാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. എല്ലാ നിലക്കും അല്ലാഹുവേ, നിന്റെ ദീനിന്റെ സേവകരാക്കണം റഹ്മാനെ. ദീനിന്റെ സേവകരാക്കണം റഹ്മാനെ. മുത്തായ തങ്ങളുടെ ആശിക്യങ്ങളാക്കണം റഹ്മാനെ. ഇവിടുത്തെ മദീഹീങ്ങളാക്കണം റഹ്മാനെ. ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നവരാക്കണമല്ലോ. രണ്ടു വിദ്യകൾ അതിൻ്റെ മുറ പോലെ പഠിക്കാനുള്ള ബുദ്ധിശക്തി കൊടുക്കണം റഹ്മാനെ. അദബുള്ളവരാക്കണം റഹ്മാനെ. ഉസ്താദന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നവരാക്കണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ നല്ല മക്കളെ നൽകണമല്ലോ. മക്കളെ നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മക്കളുടെ വിദ്യാർത്ഥിനികളുടെ പരീക്ഷ അടുത്തു റബ്ബേ, ഉന്നത വിജയം നൽകണമല്ലോ. ഉന്നത വിജയം നൽകണം റഹ്മാനെ. ഉന്നത വിജയം നൽകണം റഹ്മാനെ. മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും അവരെ പഠിപ്പിക്കുന്ന ഓരോരുത്തർക്കും സന്തോഷമുണ്ടാക്കുന്ന തരത്തിലുള്ള നല്ല മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ.
നല്ല ബുദ്ധിശക്തി കൊടുക്കണം അല്ലാഹ്. പഠിച്ച തൊട്ട് മറക്കാതെ നല്ല നിലക്ക് എക്സാമിൽ ഇതെല്ലാം എഴുതി വെക്കാനുള്ള തൗഫീക്ക് നൽകണം അല്ലാഹ്. തൗഫീക്ക് നൽകണം അല്ലാഹ്. വിവാഹപ്രായമെത്തിയ എത്രയോ യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ. നിരന്തരം ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട് റബ്ബേ. അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് അനുയോജ്യകളെ കൊടുത്ത് നീ നല്ല ജീവിതം നൽകണമല്ല. ഖൈറായ ജീവിതം നൽകണം റഹ്മാനെ. ഖൈറായ നല്ല ജീവിതം നൽകണം റഹ്മാനെ. ഖൈറായ നല്ല ജീവിതം നൽകണം റഹ്മാനെ. ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്ന ഒരുപാട് ഭാര്യന്മാരുണ്ട്. പാവങ്ങളാണ്, കണ്ണീരൊലിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഭർത്താക്കന്മാർക്ക് സ്നേഹമിട്ട് കൊടുക്കണം റഹ്മാനെ. സ്നേഹമിട്ട് കൊടുക്കണം റഹ്മാനെ. പരസ്പരം സ്നേഹത്തോടെ, ഐക്യത്തോടെ, ഒത്തൊരുമയോടെ, യോജിപ്പോടെ എല്ലാ നിലക്കും ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. സ്വർഗത്തിൽ ഒരുമിപ്പിക്കണം റഹ്മാനെ. മുത്തായ തങ്ങളോടൊപ്പം നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കാൻ, അവിടുത്തെ ജിവാരിലായി നമുക്ക് കൂടാനുള്ള തൗഫീഖ് നൽകണമല്ലാഹ്. അവിടുത്തെ തിരുകരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാരി കുടിക്കാനും സ്വർഗത്തിലെത്താനും നമുക്ക് നീ ഭാഗ്യം നൽകണമല്ലാഹ്. ഭാഗ്യം നൽകണമല്ലാഹ്. നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ലോ. ഖൈറായി നല്ല ജോലി നൽകണമല്ലോ. നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. ജോലി കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബേ, എന്തെല്ലാം രോഗങ്ങളാണ് കേൾക്കുന്നത്, എന്തെല്ലാം മാരക രോഗങ്ങളാണ് പിടിപെടുന്നത് മനുഷ്യർക്ക്. അല്ലാഹ്, ക്യാൻസറാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. മറ്റു പല ബ്ലോക്കുകളാണെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, കിഡ്നി സംബന്ധമായ, ഹാർട്ട് സംബന്ധമായ, അതേപോലെ തന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും മറ്റും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ, ഏതു രോഗമാണെങ്കിലും എല്ലാത്തിനും പരിഹാരം നൽകണം അല്ലാഹ്. സ്വലാത്തിന്റെ ദിക്റിന്റെ മഹത്വം കൊണ്ട് പരിപൂർണ ശിഫ കൊടുക്കണം അല്ലാഹ്. ആജിലായ ശിഫ കൊടുത്ത്, താമായ ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണം റഹ്മാനെ. നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഒരു അപകടത്തിലോ ഒരു പ്രയാസത്തിലോ മാരക രോഗങ്ങളിലോ കുടുക്കിലോ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹ്. മരണം വരേക്കും ഇസ്സത്ത് നിലനിർത്തണം റഹ്മാനെ. ഇസ്സത്തിന് കോട്ടം വരുത്തല്ലേ അല്ലാഹ്. ഇസ്സത്തോടെ ഈമാനോടെ ജീവിക്കാനും ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. നിന്റെ മഹാന്മാരെ ഇടയ്ക്കിടെ സിയാറത്ത് ചെയ്യാനും അവരുടെ മദതും അവരുടെ നോട്ടവും അവരുടെ കാവലും ലഭിച്ച് നമുക്ക് അവരുടെ നോട്ടത്തിലായി കാവലിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. നീ തൗഫീഖ് നൽകണം റഹ്മാനെ. തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. യാ അർഹമർ റഹീമീൻ. يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على جميع الأنبياء.